ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. സമൂഹത്തിൽ മാനവിക ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്താൻ ഓണം നൽകുന്ന സന്ദേശം ഏറെ പ്രസക്തമാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേരളത്തിന്റെ പൈതൃകത്തിലേക്കും പാരമ്പര്യത്തിലേക്കുമുള്ള യാത്ര കൂടിയാണിതെന്നും ലോകമെമ്പാടുമുള്ള മലയാളികളെ പരസ്പരം കോർത്തുപിടിക്കുന്നതാണ് ഓണത്തിന്റെ സന്ദേശമെന്നും എൻ ശംസുദ്ദീൻ പറഞ്ഞു. രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ ജില്ലാതല ഓണാഘോഷ പരിപാടി ശ്രാവണപ്പൊലിമയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുന്നത് മുതൽ കാർഷിക സമൃദ്ധിയുടെയും ഒത്തൊരുമയുടെയും നാളുകളിലേക്കാണ് മലയാളി കടക്കുന്നത്. കേരളത്തനിമ വിളിച്ചോതുന്ന പരമ്പരാഗത നാടൻ കലാരൂപങ്ങളെ ഇത്തരം ആഘോഷങ്ങൾ വഴി സജീവമായി നിലനിർത്താനും പുതുതലമുറയ്ക്ക് മുൻപിൽ എത്തിക്കാനും ഇത്തരം പരിപാടികൾ മുഖേന സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജനങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാക്കാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വിദ്വേഷം പകർത്താനും അതുപോലെ തന്നെ മനുഷ്യരിൽ സ്വാർത്ഥതയൊക്കെ കൂടുതൽ കുടിക്കൊള്ളുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായും ഓണത്തിന്റെ സന്ദേശം ഇതിനൊക്കെ എതിരെ നമ്മുടെ ഒരു മാനവിക ഐക്യം ശക്തിപ്പെടുത്താൻ ഉപകരിക്കുന്ന ഒന്നാണ്. ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിച്ച് മലയാളികൾക്ക് മികച്ച രീതിയിൽ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ കാര്യക്ഷമമായി നടപ്പാക്കിയതായി പരിപാടിയിൽ വിശിഷ്ടാതിഥിയായ മന്ത്രി കെ എ തുളസി പറഞ്ഞു. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വളരെ ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അതിൽ എല്ലാവരും പൊതുജനങ്ങൾ പ്രത്യേകിച്ചും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ ഓണത്തെ ആഘോഷിക്കുന്നുണ്ട്. സിവിൽ സപ്ലൈസ്, സഹകരണം, കൃഷി തുടങ്ങിയ വകുപ്പുകൾ സംയോജിതമായി ശക്തമായ ഇടപെടലുകളാണ് നടത്തിയത്. പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിലും മികച്ച ഗുണമേന്മയിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ 100 കണക്കിന് ഔട്ട്ലെറ്റുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. രമേശ് പിഷാരടി MLA അധ്യക്ഷനായി. വി കെ ശ്രീകണ്ഠൻ MP, DTPC ജില്ലാ സെക്രട്ടറി ഡോക്ടർ SV സിൽബർട്ട് ജോസ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചവാദ്യത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് കണ്ണിയാർകളി, പൊറാട്ടുകളി, സിനിമാ താരം കൃഷ്ണപ്രഭയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്ത പരിപാടി എന്നിവ അരങ്ങേറി. ഓഗസ്റ്റ് 28 വരെ രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് പുറമെ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക്, ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക്, പോത്തുണ്ടി ഉദ്യാനം എന്നീ വേദികളിലായാണ് ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ഭരണകൂടം, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷം നടക്കുന്നത്. തിരുവോണനാളിൽ രാപ്പാടി ഓഡിറ്റോറിയത്തിൽ ദേവാശ്രയം ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രത്തിലെ കുട്ടികളുടെ കലാപരിപാടികൾ, രാമൻ സ്മാരക തിറ പൂതൻകളി സംഘം അവതരിപ്പിക്കുന്ന തിറയും പൂതനും, വിപിൻ പുലവരും സംഘവും അവതരിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്ത്, SS മ്യൂസിക് ബാൻഡ് പാലക്കാട് അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ എന്നിവയാണ് പരിപാടികൾ. വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ അനിൽ ഏകലവ്യ ആലുവ അവതരിപ്പിക്കുന്ന ഗസൽ, മിന്ത്യ ക്രിയേഷൻസിന്റെ മ്യൂസിക്കൽ നൈറ്റ് എന്നിവയാണ് പരിപാടികൾ. ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്കിൽ സപ്തസ്വരം ഓർക്കസ്ട്രയുടെ മെലോഡിയസ് ഹിറ്റ്സ്, സിനിമാ പിന്നണി ഗായകൻ പ്രണവം ശശിയും സംഘവും അവതരിപ്പിക്കുന്ന നാട്ട് ഈണങ്ങൾ എന്നിവ അരങ്ങേറുന്നു. പോത്തുണ്ടി ഉദ്യാനത്തിൽ വിബിൻസ് നാട്യാലയയുടെ നാട്യധ്വനി, സാരംഗ് ഓർക്കസ്ട്രയുടെ ഗാനമേള എന്നിവയാണ് പരിപാടികൾ. UTV ന്യൂസ്, പാലക്കാട്.